ഇതിനു മുൻപുള്ള വീഡിയോയിൽ സബ്ജക്റ്റീവ് പ്രൊനൗണുകളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു പ്രയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ മറ്റൊരു പ്രയോഗത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷിൽ ചില പ്രൊനൗണുകൾ സബ്ജക്റ്റീവ് പ്രൊനൗണുകൾ എന്ന് വിളിക്കപ്പെടുന്നു. അതിന് കാരണം സബ്ജക്റ്റിൻ്റെ രൂപത്തിൽ വാക്യത്തിൽ വരുന്നതുകൊണ്ടാണ്. ആക്റ്റീവ് ഫോമിൽ യൂഷ്വലി സബ്ജക്റ്റ് വാക്യത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കാണപ്പെടുന്നത്. ഒരു വാക്യത്തിൽ സബ്ജക്റ്റിനൊരു പ്രധാന പങ്കാണുള്ളത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ശരിയായി പഠിക്കുവാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്യം മനസ്സിലാക്കുവാൻ സബ്ജക്റ്റ് വേർഡ്സിനെ കുറിച്ചുള്ളതായ അറിവ് വളരെ അത്യാവശ്യമാണ്. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഇവയെ സബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്ന് വിളിക്കുന്നു. ഐ ഞാൻ, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, യു നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ, ദേ അവർ അവ, ഹി മെയിലിനു വേണ്ടി, പ്രധാനമായിട്ട് മനുഷ്യർക്കാണെങ്കിൽ മറ്റു ജീവജന്തുക്കൾക്ക് വേണ്ടിയും ഹി ഷീയെ പ്രയോഗിക്കുന്നു. ഷീ ഫീമെയിലിന് വേണ്ടി. ഇറ്റിന് പല വിധത്തിലുള്ള പ്രയോഗമാണുള്ളത്. ഇവിടെ സബ്ജക്റ്റീവ് പ്രൊനൗണിൻ്റെ രൂപത്തിൽ ഇറ്റ് വരുമ്പോൾ അത് ജീവജന്തുക്കൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സബ്ജക്റ്റീവ് പ്രൊനൗണിൻ്റെ മറ്റൊരു പേരാണ് പേഴ്സണൽ പ്രൊനൗൺ. പേഴ്സൺ എന്ന് ഗ്രാമറിൽ പറയുമ്പോൾ അത് മനുഷ്യന് വേണ്ടി മാത്രമല്ല, മനുഷ്യർക്കും മറ്റുള്ള ജീവജന്തുക്കൾക്ക് വേണ്ടിയും പ്രയോഗിക്കുന്ന പ്രൊനൗണുകളാണ്. ഈ കൂട്ടത്തിൽ വരുമ്പോൾ ഐ, വി, യു, ദേ, ഹി, ഷീ ഈ പ്രൊനൗണുകളുടെ ലിസ്റ്റിൽ വരുമ്പോൾ അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള ജീവജന്തുക്കൾക്ക് വേണ്ടിയുമാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടി, സമയത്തിനു വേണ്ടി, ദിവസത്തിനു വേണ്ടി, മാസത്തിനു വേണ്ടി, വർഷത്തിനു വേണ്ടിയൊക്കെയും ഐഡിയാസിനു വേണ്ടിയൊക്കെയും ഇതിൻ്റെ പ്രയോഗം പല വിധത്തിലുണ്ട്. അതൊക്കെ നമുക്ക് പടിപടിയായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ സബ്ജക്റ്റീവ് പ്രൊനൗൺ വാക്യത്തിൽ ഉപയോഗിക്കുന്നത് എന്ന്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നാം ആരായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരാരായിരിക്കുന്നു അത് പറയുവാൻ സബ്ജക്റ്റീവ് പ്രൊനൗണുകൾ ഉപയോഗിക്കുന്നു. പ്രസൻറ്റ് ടൈമിലും പാസ്റ്റ് ടൈമിലും ഫ്യൂച്ചർ ടൈമിലും പ്രയോഗിക്കുന്നു. എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ വാസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നു. അല്ലെങ്കിൽ ഐ വിൽ ബി എ ടീച്ചർ, ഞാനൊരു ടീച്ചറാകും. അതുപോലെ വി ഞങ്ങൾ എന്ന് പറയുവാൻ ഞങ്ങൾ ആരാണ്, ആരായിരുന്നു, ആരാകും. അല്ലെങ്കിൽ അവർ അവർക്ക് വേണ്ടി, ദേ ഹി ഷീ ഇറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി, അവന് വേണ്ടി, അവൾക്ക് വേണ്ടി, അവയ്ക്ക് വേണ്ടിയൊക്കെയും ഇത് പ്രയോഗിക്കുന്നു. അപ്പോൾ നാം ആരായിരുന്നു എന്നും നാം എന്താണ് ചെയ്യുന്നത് അല്ലെ ചെയ്തത്, ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾ പറയുവാനും സബ്ജക്റ്റീവ് പ്രൊനൗണിനെ ഉപയോഗിക്കുന്നു. ഈ എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കൂ. സബ്ജക്റ്റ് പ്രൊനൗൺ പ്ലസ് വേർബ് പിന്നെ മറ്റുള്ള ശബ്ദങ്ങൾ. സബ്ജക്റ്റീവ് പ്രൊനൗൺ ആദ്യം വരും, അതിനുശേഷം ക്രിയ, പിന്നെ ഒബ്ജക്റ്റ്. അങ്ങനെയാണ് ഈ വാക്യത്തിൻ്റെ സ്ട്രക്ചർ. എക്സാമ്പിൾ, ഐ ഗോ. ഐ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരായിരുന്നു എന്നും ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെ ചെയ്തത്, ചെയ്യാൻ പോകുന്നത് എന്ന് ഇങ്ങനെ പറയുവാൻ ഈ രണ്ട് രീതിയിലും സബ്ജക്റ്റീവ് പ്രൊനൗണുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഐ ഗോ, ഐ വെൻറ്റ്, ഐ വിൽ ഗോ ഓർ ഐ ഷാൽ ഗോ. ഇങ്ങനെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നോ അതിലധികമോ ആൾക്കാരുണ്ടെങ്കിൽ അന്നേരം ഐയുടെ സ്ഥാനത്ത് ബി ഉപയോഗിക്കുന്നു. ഞങ്ങൾ എന്താണ് ചെയ്തത്, ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, ചെയ്തത്, ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ, ദേ ഗോ, ദേ വെൻറ്റ്, ദേ വിൽ ഗോ. ഇങ്ങനെ പറയുവാൻ ഈ സബ്ജക്റ്റീവ് പ്രൊനൗണുകളെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഇവയാണ്
സബ്ജക്റ്റീവ് പ്രൊണൗൺ എന്നും അറിയപ്പെടുന്നത് അത് നാം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തായിരിക്കുന്നു എന്ന് പറയുവാനും, അല്ലെങ്കിൽ നാം അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവ എന്താണ് ചെയ്യുന്നത്, ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുവാനും ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുവാൻ ഈ ചാനൽ സഹായമായി തീരുമെന്ന് കരുതുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ഈ ചാനലിൻ്റെയും വളർച്ചയ്ക്ക് കാരണമായി തീരും.